അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാരമലൈസ്ഡ് ഓണിയൻ സാൻഡ്വിച്ച് ആണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വലിയ 2 സവാള, കുറച്ച് ചിക്കൻ, പിന്നെ കുറച്ച് യോഗേർട്ട് വേണം, സോക്ക് ചെയ്ത കാഷ്യൂ നട്ട്സ് വേണം, കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ് വേണം, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ നമ്മൾ സവാള വഴറ്റുന്നത് ബട്ടറിലാണ് കേട്ടോ, അപ്പോൾ അത് വേണം. ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസും പിന്നെ 2 ഗാർലിക് വേണം. ഇപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ എടുത്തു കൊടുക്കാം കേട്ടോ. ബട്ടറൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് മെൽറ്റായി. ഇനി വന്നിട്ട് നമുക്ക് 2 വലിയ സവാള ഞാൻ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്താണ് അതിട്ട് കൊടുക്കാം. ഇനി അതിനകത്തോട്ട് കുറച്ച് ഉപ്പ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തിട്ട് വേണം നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് കുറച്ചെടുത്തൊന്ന് മാറ്റി വെക്കണം, അതിനെന്തിനാന്ന് പിന്നെ പറയാം. ഇനി ഇത് നമുക്ക് ഈ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ഗാർലിക് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി കുറച്ച് നാരങ്ങ നീര് അത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിന് പാകത്തിനുള്ള ഉപ്പ്. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഇനി വേണ്ടത് നല്ല കട്ട തൈരാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കത് ഒരു ബൗളിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കുറച്ച് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടി ഇട്ടൊന്ന് വേവിച്ചെടുത്തത് ഞാൻ മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്ത കേട്ടോ. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചേറെ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മുടെ മെയിൻ താരം കാരമലൈസ്ഡ് ഓണിയൻ. അപ്പോൾ അത് ഞാൻ നേരത്തെ മാറ്റി വെച്ചത് ഇതിന് വേണ്ടിയിട്ട്. അപ്പം ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി അടുത്ത പരിപാടി, നമ്മളിത് സാൻഡ്വിച്ച് ബ്രെഡിനകത്തോട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ബട്ടറിൽ നമ്മൾ ഗ്രിൽ ചെയ്തെടുക്കാം. ഇപ്പം ബട്ടർ ഇട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ബ്രെഡ് വെച്ച് കൊടുക്കാവേ. അപ്പം നമ്മുടെ കാരമലൈസ്ഡ് ഓണിയൻ ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.